ഇന്ത്യയും പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ ഗതി നിശ്ചയിക്കുന്നതിൽ വരും മണിക്കൂറുകൾ നിർണായകമാകും. പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ള വൈമാനികനെ വിട്ടുകിട്ടുന്നത് സംബന്ധിച്ചും ജയ്ഷെ മുഹമ്മദിനെതിരെ കൈമാറിയ തെളിവുകൾ സംബന്ധിച്ചും പാകിസ്ഥാൻ കൈക്കൊള്ളുന്ന തീരുമാനമാകും വിഷയത്തിൽ ഇനി നിർണായകമാവുക. ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ പ്രതികരണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അതേസമയം അതിർത്തിയിൽ ഏത് സാഹചര്യവും നേരിടാൻ പാകത്തിൽ സജ്ജരാകാൻ സൈന്യത്തിന് സർക്കാർ നിർദ്ദേശം നൽകി. 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ജയ്ഷെ മുഹമ്മദിനെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ ചോദിച്ചത് തെളിവുകളായിരുന്നു. രേഖകളടക്കം ആ തെളിവുകളാണ് ഇന്ത്യ ഇന്നലെ പാകിസ്ഥാന് കൈമാറിയത്. പാകിസ്ഥാനിലുള്ള ജയ്ഷെ ക്യാമ്പുകളുടെയും നേതാക്കളുടെയും വിവരങ്ങളും ഇന്ത്യ കൈമാറി. പാകിസ്ഥാൻ പിടിയിലായ വൈമാനികനെ വിട്ടയക്കണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട്. ജനീവ കൺവെൻഷൻ വ്യവസ്ഥകൾ ലംഘിച്ച സാഹചര്യത്തിൽ ഉപാധികളില്ലാതെ വൈമാനികന്റെ മോചനം യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ഈ രണ്ട് കാര്യങ്ങളിലും പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാടാകും ഇനിയുള്ള മണിക്കൂറുകളിൽ നിർണായകമാവുക. പാകിസ്ഥാന്റെ പ്രതികരണം ഔദ്യോഗികമായി ഇന്നുണ്ടാകുമെന്നാണ് സൂചന. ഇന്നലെ രാത്രി വൈകിയും പ്രധാനമന്ത്രി അതിർത്തിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി. പുലർച്ചെ 2 മണിവരെ നീണ്ട ചർച്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള പ്രമുഖരാണ് പങ്കെടുത്തത്. ചർച്ചയല്ല, ആദ്യം തീവ്രവാദത്തിനെതിരെ ആത്മാർത്ഥത തെളിയിക്കുന്ന നടപടിയാണ് പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ ആവശ്യം. ഇതുണ്ടാകാത്ത സാഹചര്യത്തിൽ മേഖലയിലെ സംഘർഷത്തിന് അയവുണ്ടാകില്ല. പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇന്ത്യ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. ഈ രാജ്യങ്ങളും പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് സൂചന. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24ഉം ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.